ഓർഡർ ചരമോപചാരം. മുൻ മന്ത്രി MT പത്മ 2024 നവംബർ 12-നും മുൻ MLA കെ മുഹമ്മദുണ്ണി ഹാജി 2025 ജനുവരി 18-നും പ്രിയ കഥാകാരൻ ശ്രീ MT വാസുദേവൻ നായർ 2024 ഡിസംബർ 25-നും അന്തരിച്ചു. MT പത്മ മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന MT പത്മ 2024 നവംബർ 12-ന് അന്തരിച്ചു. 1943 ജനുവരി 9-ന് M ഗോവിന്ദൻ്റെയും CT കൗസല്യയുടെയും മകളായി കണ്ണൂരിൽ ജനിച്ചു. MT പത്മ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പാർട്ടിയിൽ ഉയർന്നു വന്ന് ഉന്നത പദവികൾ അലങ്കരിച്ച നേതാവായിരുന്നു. നിയമത്തിൽ ബിരുദവും ആർട്സിൽ ബിരുദാനന്തര ബിരുദവും നേടിയ MT പത്മ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, KPCC അംഗം, മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, കോഴിക്കോട് DCC സെക്രട്ടറി, ട്രഷറർ, കോഴിക്കോട് നഗരസഭ പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1987 കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്ന് 8-ാം കേരള നിയമസഭയിലെത്തിയ പത്മ പിന്നീട് തുടർന്ന് 1991 9-ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതേ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. 1991 K കരുണാകരൻ മന്ത്രിസഭയിൽ ഫിഷറീസ് ഗ്രാമവികസന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായിരുന്നു. കേരള മന്ത്രിസഭയിൽ അംഗമായ 3-ാമത്തെ വനിതയായിരുന്നു MT പത്മ. പൊതുജീവിതത്തിൽ ആത്മാർത്ഥതയും അർപ്പണബോധവും ഉറച്ച പ്രതിബദ്ധതയും ഉൾക്കൊള്ളുന്ന നേതാവായിരുന്നു പത്മ. വേരുകൾ കണ്ണൂരിലായിരുന്നിട്ടും കോഴിക്കോട്ടുമായുള്ള വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അവർ നൽകിയ സംഭാവനകളും പൊതുജനങ്ങളെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള അവരുടെ കഴിവും പരക്കെ അംഗീകരിക്കപ്പെട്ടു. തീരദേശ ജനതയുടെ ക്ഷേമത്തിനും കേരളത്തിൻ്റെ വികസനത്തിനുമുള്ള അവരുടെ പ്രതിബദ്ധത എക്കാലവും ഓർമ്മിക്കപ്പെടും. പ്രതിബദ്ധത കൈമുതലാക്കിയ മനുഷ്യസ്നേഹിയായ ഒരു നേതാവിനെയാണ് MT പത്മയുടെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. കെ മുഹമ്മദുണ്ണി ഹാജി മുൻ നിയമസഭാ അംഗവും മുതിർന്ന മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കെ മുഹമ്മദുണ്ണി ഹാജി 2025 ജനുവരി 18-ന് അന്തരിച്ചു. 1943 ജൂലൈ 1-ന് കോടാലി വീട്ടിൽ K ഹസൻ്റെയും പാത്തുവിൻ്റെയും മകനായി മലപ്പുറത്ത് ജനിച്ചു. കെ മുഹമ്മദുണ്ണി ഹാജി ചെറുപ്രായത്തിൽ തന്നെ പൊതുപ്രവർത്തനം ആരംഭിച്ചു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്കുള്ള പ്രവേശനം. ദീർഘകാലം കൊണ്ട് കൊണ്ടോട്ടി മുസ്ലിം ലീഗ് സെക്രട്ടറിയായും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും പ്രവർത്തിച്ചു. കാൽനൂറ്റാണ്ട് കാലം പൂക്കോട്ടൂർ പഞ്ചായത്ത് അംഗവും 14 വർഷത്തോളം പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. ചന്ദ്രിക ദിനപത്രത്തിൻ്റെ ജില്ലാ കോർഡിനേറ്റർ, മലപ്പുറം ജില്ലാ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാൻ, കൊല്ലം യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ചെയർമാൻ, ഏറനാട് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ബാങ്ക് മെമ്പർ, സ്വതന്ത്ര കർഷക സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ്, കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം, റെയിൽവേ അഡ്വൈസറി ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2006-11 വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ കൊണ്ടോട്ടി അസംബ്ലി മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചു. അത് 12-ഉം 13 നിയമസഭയാണ്. 11-ഉം 12 നിയമസഭയാണ്. 13-ാം കേരള നിയമസഭ അംഗമായിരുന്നു. സഹകരണ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിത്വമായിരുന്നു ശ്രീ കെ മുഹമ്മദുണ്ണി ഹാജി. മികച്ച നിയമസഭാ സാമാജികനും സഹകാരിയുമായിരുന്നു. അദ്ദേഹം സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും കൈമുതലാക്കിയ മനുഷ്യസ്നേഹിയായ ഒരു നേതാവിനെയാണ് കെ മുഹമ്മദുണ്ണി ഹാജിയുടെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. MT വാസുദേവൻ നായർ മലയാളിയുടെ പ്രിയ കഥാകാരൻ ശ്രീ MT വാസുദേവൻ നായർ 2024 ഡിസംബർ 25-ന് അന്തരിച്ചു. 1933 ജൂലൈ 15-ന് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ നാരായണൻ നായരുടെയും അമ്മാളോമ്മയുടെയും മകനായിട്ടാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ ജനിച്ചത്. അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി ഏറെക്കാലം പ്രവർത്തിച്ചു. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നാടകകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപർ എന്നീ നിലകളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ മായാത്ത മുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 7 പതിറ്റാണ്ടോളം മലയാള സാഹിത്യത്തിൽ നിർണായക സ്വാധീന ശക്തിയാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ MT രചിച്ച വളർത്തുമൃഗങ്ങൾ എന്ന കഥ 1-ാം സ്ഥാനം നേടിയതോടെ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത്. മനുഷ്യബന്ധങ്ങളിൽ കൈകടത്തുന്ന മതബോധങ്ങളെ വിമർശിക്കുന്ന പാതിരാവും പകൽ വെളിച്ചവും എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ അക്കാലത്ത് കണ്ടശ പ്രസിദ്ധീകരിക്കപ്പെട്ടു. 1958 പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ നോവലായ നാലുകെട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായി. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളും മനുഷ്യ മനസ്സുകളുടെ സംഘർഷങ്ങളും അത്രയും സൂക്ഷ്മമായി അവതരിപ്പിച്ച കഥാകാരനാണ് MT. അദ്ദേഹത്തിൻ്റെ നിരവധി കൃതികൾ മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1995
ഭാരതത്തിലെ സാഹിത്യരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠത്തിന് MT അർഹനായി. മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് 1996 കലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായി ഡീലിറ്റ് ബിരുദം നൽകി ആദരിക്കുകയുണ്ടായി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കോയിൽ അവാർഡ്, നാലപ്പാടൻ പുരസ്കാരം, ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ നേടി MT വാസുദേവൻ നായരെ 2005 രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. 2022 പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നൽകി കേരള സർക്കാരും അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. 2023 കലാ, സാഹിത്യം, സാംസ്കാരികം മേഖലകളിൽ സമഗ്ര സംഭാവനക്കുള്ള നിയമസഭാ പുരസ്കാരം 2003 കേരള നിയമസഭ നൽകിയിട്ടുണ്ട്. MT രചിച്ച സ്നേഹത്തിൻ്റെ മോങ്ങൾ മുറപ്പെണ്ണ് എന്ന പേരിൽ സിനിമയായപ്പോൾ അതിന് തിരക്കെഴുതിക്കൊണ്ട് അദ്ദേഹം ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിച്ചു. 1973 അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ തന്നെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയാണ് നിർമാല്യം എന്ന സിനിമയ്ക്ക് ആധാരം. പ്രമേയത്തിൻ്റെയും അവതരണത്തിൻ്റെയും ശക്തി കൊണ്ട് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണത്. 60ഓളം തിരക്കഥ രചിക്കുകയും 7 ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്ത MT 4 തവണ മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. 2013 സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരവും MTയെ തേടിയെത്തി. മലയാളത്തിന് MT തയ്യാറാക്കിയ മാതൃഭാഷാ പ്രതിജ്ഞ 2018 സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന പ്രതിജ്ഞാവാചകം കാൽപ്പനിക സൗന്ദര്യത്തിനൊപ്പം മാതൃഭാഷ എന്ന സങ്കല്പത്തിൻ്റെ യാഥാർത്ഥ്യം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപ സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് ശേഷം 1993 മുതൽ തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ നിസ്തൂലമാണ്. തുഞ്ചൻ സാഹിത്യോത്സവങ്ങളുടെ മലയാള സാഹിത്യത്തിൻ്റെ പെരുമ ലോകമറിഞ്ഞിരുന്നതുപോലെ തന്നെ മറ്റു ഭാഷകളിലെ സാഹിത്യ പ്രതിഭകളെ മലയാളികൾക്ക് പരിചയപ്പെടാനും അവസരമൊരുക്കിക്കൊണ്ട് തുഞ്ചൻ പറമ്പിനെ സാർത്ഥകമാക്കി. 1995, 2001 കാലയളവിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ശ്രദ്ധേയമായ സേവനം അദ്ദേഹം കാഴ്ചവെച്ചു. നീരേറ്റിയ ആ കഥാകാരൻ എന്നും നിളയ്ക്ക് പ്രകൃതിക്കും വേണ്ടി നിലകൊണ്ട പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായിരുന്നു. കാലം മാറ്റുരച്ച എക്കാലത്തെയും മികച്ച ക്ലാസിക് കൃതികളിലൂടെയും വിവിധ തുറകളിലുള്ള പ്രവർത്തനങ്ങളുടെയും അദ്ദേഹം അവിസ്മരണീയമായിരിക്കും എന്നൊരു സംശയമില്ല. MTയുടെ വിയോഗത്തിലൂടെ കേരളത്തിന് നഷ്ടമായത് കേരളത്തിൻ്റെ സാമൂഹിക, കലാസാഹിത്യ, സാംസ്കാരിക മേഖലകളിലെ ചലനാത്മക ശക്തിയാണ്. അന്തരിച്ച മഹത് വ്യക്തിയോടുള്ള ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം.